മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് നാം സാങ്കേതിക വിദ്യയുടെ പരമകോടിയിലാണ് ജീവിക്കുന്നത്. എല്ലാം ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തെ സുഗമമാക്കുന്ന എത്ര തരം ഉപകരണങ്ങളാണ് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്നവയും തത്സമയം അറിയാൻ നമുക്ക് കഴിയുന്നു. പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനും മാറ്റങ്ങൾ അറിയാനും ഇന്ന് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുന്നു. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും കുപ്പികളും സാങ്കേതികതയിലുണ്ടായ കുതിച്ചുചാട്ടത്തിൻ്റെ ഫലമായ ഈ മാലിന്യങ്ങളും ഫാക്ടറികളും വ്യാപാര സ്ഥാപനങ്ങളും ആശുപത്രികളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും കൊണ്ട് നമ്മുടെ നാടിനെ നാം മലിനമാക്കുന്നു. വ്യക്തി ശുചിത്വം പാലിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണെങ്കിലും പൊതു ശുചിത്വ ബോധവും പരിസര ശുചിത്വ ബോധവും നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ പൊതുനിരത്തുകളും ബസ് സ്റ്റാൻഡുകളും കംഫർട്ട് സ്റ്റേഷനുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വിളിച്ചു പറയുന്നു. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലും ബഹിരാകാശ രംഗത്തും ഉണ്ടായ കുതിച്ചുചാട്ടവും വിസ്മയകരമാണ്. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും തുടങ്ങി ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾ നമ്മുടെ പഴയ തലമുറയ്ക്ക് അപ്രാപ്യമായിരുന്നു. സാങ്കേതിക വിദ്യയിലും ജീവിത നിലവാരത്തിലും വൻ പുരോഗതി പ്രാപിച്ച നമ്മുടെ ശുചിത്വബോധം എത്രത്തോളം ഉണ്ടെന്ന് ഈ അവസരത്തിൽ ചിന്തിച്ചാൽ പലപ്പോഴും നാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നു. സാക്ഷരതയിലും ജീവിത നിലവാരത്തിലും മുൻപന്തിയിലാണെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ തലസ്ഥാന നഗരിയിലെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യവും അവിടെ നടന്ന ദുരന്തവും നമ്മെയെല്ലാം ലജ്ജിപ്പിക്കേണ്ടതാണ്. നാം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാണ് നമ്മുടെ തോടും നാടും മലിനമാക്കുന്നത്. ഒരു മഴ പെയ്താൽ നമ്മുടെ പട്ടണങ്ങൾ വെള്ളക്കെട്ടുകളായി മാറാനുള്ള കാരണവും മറ്റൊന്നല്ല, ഈ മാലിന്യ പ്രശ്നം തന്നെ. ഹരിതകർമ്മ സേനയും മറ്റും മാലിന്യ സംസ്കരണ രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദവും ശാസ്ത്രീയവുമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ബ്രഹ്മപുരവും വിളപ്പിൽശാലയുമെല്ലാം ഉദാഹരണങ്ങളായുണ്ട്. അതാണ് പലപ്പോഴും പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകുന്നതിനുള്ള കാരണവും. ഇവിടെയാണ് എല്ലായിടത്തും നാം ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തേണ്ടത്. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ടെന്നാണല്ലോ ചൊല്ല്. ഈ വിഷയത്തിൽ നാം ഒറ്റക്കെട്ടായി ചിന്തിക്കണം. നമ്മുടെ നാടിനെ മുഴുവനായി ബാധിക്കുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് ഒന്നായി നിന്നാൽ ഒരു പരിഹാരം കാണാമെന്നത് നിസ്തർക്കമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ മാലിന്യങ്ങളും ശാസ്ത്രീയമായി വേർതിരിച്ച് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയോ പുനരുപയോഗിക്കുകയോ ചെയ്യാൻ സാധിക്കും. ഇതിനായി സാങ്കേതികതയുടെ സഹായവും ഉപയോഗപ്പെടുത്തണം. മനുഷ്യൻ കണ്ടെത്തിയ കൂടുതൽ സാങ്കേതിക വിദ്യകളും മനുഷ്യനന്മയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മെ ദുർഭൂതം പോലെ അലട്ടുന്ന മാലിന്യ പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയട്ടെ എന്നാശംസിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ പരിശീലിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ യുവതലമുറയെ മാലിന്യ സംസ്കരണത്തിൻ്റെ പാഠങ്ങളും പഠിപ്പിക്കാൻ കഴിയണം. നമ്മുടെ നിരന്തരമായ പരിശീലനത്തിൻ്റെയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെയും ഫലമായി മാലിന്യ നിർമ്മാർജ്ജനത്തിലും ശുചിത്വ ബോധത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടെന്നത് ആശാവഹമാണ്. ശുചിത്വപൂർണവും മാലിന്യ വിമുക്തവുമായ ഒരു നാടിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.